ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് മസാല ദോശയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ കൂടിയും നല്ല വ്യത്യസ്തമായിട്ടും ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിലോളം എന്നായിക്കണം എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ കൂട്ടിയിട്ട് തന്നെ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ദോശമാവ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെയ്തെടുത്തതെന്നുള്ളത് പറഞ്ഞു തരാം. 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് പൊന്നിയരി, 1/4 ഗ്ലാസ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ദോശമാവിൻ്റെ കണക്കിന് അരച്ചെടുത്തതാണ്. നന്നായിട്ട് അത്യാവശ്യം പുളിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് അത്യാവശ്യം ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 5-6 കാഷ്നട്ട് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും പറയുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അതും വയന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും പൊട്ടി വന്ന് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഒരു പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള നല്ല തിന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ, ഒട്ടും തന്നെ മഞ്ഞൾപ്പൊടി കൂടിപ്പോകരുത്, 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള സവാളയ്ക്ക് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് വേവിച്ച ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് ഇവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി ഒരു ദോശത്തവ വയ്ക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ ആ മാവൊന്ന് ദോശ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ നോക്കണം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് മാത്രമായിട്ടാണ് മസാല ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മസാല വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ദോശനെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചേർത്തിയെടുക്കാം. അപ്പോൾ ചില ഭാഗങ്ങൾ കുക്കായി കിട്ടണമെന്നില്ല. അതിൻ്റെ പേരിൽ ഇത് മടക്കിയെടുക്കുമ്പോൾ 2 സൈഡ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. 2 സൈഡ് ഒരുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ഇതാ കറുമുറുവായിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലൊരു ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി എത്തുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.